എല്ലാവർക്കും ആര്യ സീരിയൽസ് ഫോട്ടോവിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു മുൻപേ എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അലീന ബ്രിജിത മമ്മിയുടെ ഫോട്ടോ നോക്കി പറയുവാണ്, ഞാൻ ഇവിടം വിട്ട് പോകുക, എല്ലാം കൈവിട്ടു പോയി, ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല മമ്മി. ഇതുവരെയും കാണിച്ചു തന്നു. മമ്മി എന്തിനാ ഇങ്ങോട്ടേക്ക് എന്നെ അയച്ചതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എന്റെ പെറ്റമ്മയും കൂടപ്പിറപ്പുകളെയും എന്തിനാ ഇങ്ങനെ കാട്ടി തന്നത് ഒക്കെ അലീന ഫോട്ടോയിൽ നോക്കി സംസാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ അലീന വീണ്ടും പറയുവാണ്, ഞാൻ കാരണമല്ലേ അച്ഛനും അമ്മയും ഇപ്പൊ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നത് കൊണ്ടല്ലേ ഈ കുടുംബം ഇങ്ങനെയായി പോയത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ മമ്മി അലീനയോട് സംസാരിക്കുന്നത് പോലെ അലീനയ്ക്ക് തോന്നുന്നുണ്ട്. മമ്മി പറയുവാണ്, നീ ഇതുവരെയും ചെയ്തതെല്ലാം ശരിയാണ്. ചിലർക്ക് ചില തെറ്റുകളെല്ലാം മനസ്സിലാക്കാൻ, ഇത് പൊറുക്കാനും വേണ്ടി കുറച്ച് സമയമെടുക്കും. എല്ലാ തെറ്റും എല്ലാ കാലത്തും മൂടി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നീ ഇതുവരെയും ചെയ്തതെല്ലാം വളരെ ശരിയാണ്. സമാധാനിക്ക് എന്ന് അലീനയോട് പറയുമ്പോൾ എനിക്ക് ആ സമയം ഭയങ്കരമായിട്ട് സങ്കടം തോന്നുവാണേ. അവരെ എല്ലാം വിട്ടുപോകണ്ടേ, അതിലുള്ള വിഷമമാണ് അലീനയ്ക്ക്. അലീനയോട് എനിക്കൊരു കാര്യം കൂടെ പറയണം. വേറൊന്നുമല്ല, ഇത്രയും സ്നേഹത്തോടെ എന്നെ സ്നേഹിക്കുന്ന എന്റെ സഹോദരങ്ങളെയും എന്റെ പെറ്റ അമ്മയും എന്റെ സ്വന്തം അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഇനി അവരെല്ലാം വിട്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. എങ്കിലും ഇവിടം വിട്ടു പോകാനേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ആഗ്രഹമാണ്. ഇതിനൊക്കെ ഇനി പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് ചോദിക്കുവാണ് മമ്മിയോട്. പറയുവാണ്, നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവളല്ല. നിന്റെ സേവനം ആവശ്യമുള്ള പലരും ഇവിടെയുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇവിടം വിട്ട് പോകുന്ന അനിവാര്യമായ കാര്യം തന്നെയാണ് എന്ന് പറയുവാണ്. എന്തായാലും നീ ഈ വീട്ടിലുള്ളവർക്ക് വഴി തെളിയിച്ചു കൊടുത്തു. അവർ ആ വെളിച്ചത്തില് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നീ അവർക്ക് കൊടുത്ത സ്നേഹവും അവരെന്നും ഓർമ്മിക്കും. പറയുന്ന സമയത്ത് അലീന പറയുവാണ്, ഞാൻ കാരണമല്ലേ അച്ഛൻ അകന്നു പോയത്, എന്നിട്ട് എനിക്ക് അവരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുവാണ് അലീന. നീയല്ല അവർക്ക് വഴി തെളിയിച്ചു കൊടുക്കേണ്ടത്, അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി വരണം ആണ് വേണ്ടതെന്ന് അലീനയോട് മമ്മി പറഞ്ഞു കൊടുക്കുവാണേ. പറഞ്ഞ് അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നീ ഇവിടെ ഒതുങ്ങിക്കൂടേണ്ടവളല്ല. നിന്റെ സേവനം ഇനിയും പല ആളുകൾക്കും ആവശ്യം. ഇതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ ഒക്കെ പറയുമ്പോഴത്തേക്കാണ് അലീനയ്ക്കൊരു സമാധാനം ആകുന്നത്. ഇവിടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അലീനയ്ക്ക് സമാധാനമാകുന്നത്. അതേസമയം തന്നെ അലീന മമ്മിയോട് മാപ്പ് ചോദിക്കുവാണ്, എന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മമ്മി എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതേസമയം തന്നെ ബ്രിജിത മമ്മി തന്നെ പറയുവാണ്, ചെയ്തതെല്ലാം വളരെ ശരിയായിരുന്നു മോളെ, ഇത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട് ബ്രിജിത മമ്മി. അതേസമയം തന്നെ ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. സമയം തന്നെ അത് മമ്മി തന്നെ അവൾക്ക് പറഞ്ഞു കൊടുത്തതാൽ ആണെന്ന രീതിയിൽ അവൾ അത് സ്വയം മനസ്സിലാക്കുന്നുണ്ട്. സമയം തന്നെ അലീന സങ്കടത്തോടെ കരയുവാണ്. ഈ സമയം തന്നെ ഷെൽഫിൽ നിന്നും ബ്രിജിത മമ്മിയുടെ ഫോട്ടോ എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് അലീന. കൂടി ആ ഫോട്ടോ ചേർത്ത് പിടിച്ച് നിൽക്കുവാണ് അലീന. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ഊണ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. ഈ സമയം തന്നെ ബബിതയും കൃഷ്ണമോളും എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്ത് വെക്കുന്നുണ്ട്. ബാലചന്ദ്രൻ വന്നിട്ട് അലീന എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം തന്നെ അലീന പുറത്തുനിന്നാണ് കയറി വരുന്നത്. ബാലചന്ദ്രൻ ആ സമയത്ത് ചോദിക്കുവാണ്, നീ പുറത്തായിരുന്നു എന്ന്. ഈ സമയം രോഹിത് ആണെങ്കിൽ സിറ്റൗട്ടിൽ ഫോൺ നോക്കി ഇരിക്കുവായിരുന്നു. ഞാൻ രോഹിത്തിനെ വിളിക്കാൻ പോയതാണ് എന്ന് അലീന പറയുവാണ്. എങ്കിൽ പിന്നെ എല്ലാവരും ഇരുന്ന് കഴിക്കുക എന്ന് തന്നെ ബാലചന്ദ്രൻ പറയുവാണ്. പെട്ടെന്ന് തന്നെ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് അലീന പെട്ടെന്ന് തന്നെ കൈ കഴുകിയിട്ട് വന്നിരിക്കുവാണ്. ഈ സമയം തന്നെ അലീന ബാലചന്ദ്രനോട് പറയുവാണ്, എന്നെ ഇന്ന് നമ്മുടെ ബബിതയും കൃഷ്ണമോളും അടുക്കളയിൽ കയറ്റിയില്ല, എന്റെ സേവനം മതിയായി എന്നാ ഇവര് പറഞ്ഞത്. അങ്ങനെ വരെയും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് ബാലചന്ദ്രനോട് പറയുവാണ് അലീന. അതേസമയം തന്നെ ബാലചന്ദ്രൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുവാണ് ബബിതയോട്, ഇവളുടെ സാമ്രാജ്യം തട്ടിയെടുത്തോ എന്ന്. ഇന്നത്തോടുകൂടി തന്നെ അലീന ചേച്ചിയുടെ സേവനം ഇവിടെ മതിയായി എന്ന് ബബിത പറയുവാണ്. നമ്മളെയൊക്കെ വിട്ടിട്ട് ഇവിടുന്ന് പോകുകയല്ലേ എന്ന് പറയുവാണ് ബബിത. അതിനുശേഷം അലീന പറയുവാണ്, കണ്ടാൽ തോന്നുമല്ലോ എനിക്ക് യാത്രയപ്പ് സൽക്കാരം ആണെന്ന്. സമയം ബബിത പറയുവാണ്, അങ്ങനെ തന്നെ വിചാരിച്ചു എന്ന് പറയുവാണ് അലീനയോട്. പിന്നെ അതേസമയം തന്നെ പറയുവാണ്, പിന്നെ ക്യാഷ് പ്രൈസും എന്റെയും കൂടെ ആയിക്കോട്ടെ എന്ന് തന്നെ അലീന പറയുവാണ്. അതേസമയം തന്നെ ബബിത പറയുവാണ്, അത് നല്ലൊരു സേവനമായിരുന്നാലേ അതൊക്കെ തരാൻ പറ്റത്തുള്ളൂ. അതേസമയം തന്നെ അലീന ചോദിക്കുവാണ്, അതെന്താടി ഒരു സേവനമല്ലായിരുന്നു എന്റേത്? എല്ലാവരും നല്ല സേവനം എന്ന് പറഞ്ഞാലല്ലേ ക്യാഷ് പ്രൈസ് മൊമെന്റോ ഒക്കെ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ബബിത. അമ്മ ചേച്ചിക്ക് മൈനസ് മാർക്കാണ് ഇട്ടിരിക്കുന്നതെന്ന് ബബിത പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രനും പറയുവാണ്, അത് ശരിയാന്ന്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ അലീനയ്ക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുവാണ്. എന്നെ കുറേ അധികം വിളമ്പി തന്നതല്ലേ, ഇനി ഞാൻ വിളമ്പിത്തരാം, ഇനി അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുവാണേ. അങ്ങനെ നമ്മുടെ ബബിത വിളമ്പി കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക്. ഈ സമയം തന്നെ അലീന പറയുവാണ്, ബബിതയും കൃഷ്ണമോളും ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ അലീന പറയുവാണ്, ഞാൻ ഇവിടേക്ക് ആദ്യമായി വന്നപ്പോൾ ഞാൻ അടുക്കളയിൽ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്നെ ആശ്വസിപ്പിച്ചത്
ഇവിടെ ജോലിക്ക് നിന്ന കുഞ്ഞുമോൾ ചേച്ചിയാണ്, ഇത് ഓർക്കുന്നുണ്ടോ എന്ന് അലീന എല്ലാവരോടും ചോദിക്കുവാണ്. ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ്, അന്ന് നീയും കുഞ്ഞുമോളെ പോലെ ഒരു വേലക്കാരിയായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് ഞാൻ വെറും ഒരു വീട്ടുജോലിക്കാരിയായിരുന്നു. ഇവിടെ പോയി എനിക്ക് എല്ലാവരും ഉണ്ട് എന്ന് അലീന പറയുവാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ബബിതയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ സമയം പറയുവാണ്, ഇത് കുറെ കേട്ടതാണ്, എല്ലാം ഇട്ടിട്ട് പോകുവാണ്, എന്നിട്ടാ വലിയ വർത്താനം പറയാൻ പോകുന്നത് എന്ന് പറയണോ ബബിത. ഈ സമയം തന്നെ അലീന പറയുവാണ്, ആ ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഈ സമയം തന്നെ രോഹിത് ഭയങ്കരമായിട്ട് സങ്കടത്തോടെ അലീനയെ നോക്കിയിരിക്കുവാണ്. മോളും അങ്ങനെ തന്നെയാണ്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ എല്ലാവരുടെയും മനസ്സിലും അലീന പോകുന്നതിൽ വളരെയധികം വേദനയാണ്. അതിനുശേഷം അലീന റൂമിൽ ഒരുങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അതേസമയം തന്നെ ബെഡില് ആരിയും കുറച്ച് സ്വർണങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു വള എടുത്ത് അലീന ഇട്ട് നോക്കുവാണ്. ഇട്ട് നോക്കിയിട്ട് ആ വള അവിടെ തന്നെ ഊരി വെക്കുവാണ്. സമയത്താണ് മനു ഫോണിൽ വിളിക്കുന്നത്. മനു വിളിക്കുന്നതെന്ന് വെച്ചാൽ അലീന പോയോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അലീനയെ വിളിക്കുന്നത്. ചിലപ്പോ അലീനയുടെ തീരുമാനം മാറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി മനു വെറുതെ വിളിച്ചതാണ്. ഈ സമയം തന്നെ ആ കാര്യം നമ്മുടെ മനു അലീനയോട് പറയുന്നുമുണ്ട്. ഞാൻ വിളിച്ചത് ഇനിയിപ്പോ നീ എന്തെങ്കിലും തീരുമാനം മാറ്റിയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് മനു പറയുവാണ്. ചിലപ്പോ നീ വേറൊരു ദിവസം പോകാമെന്ന് തീരുമാനിച്ചെങ്കിലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാകോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് മനു പറയുവാണ്. അതേസമയം തന്നെ അലീന പറയുവാണ്, ഇല്ല, ഞാൻ പോകാൻ വേണ്ടി റെഡിയാകാൻ വന്നതാണെന്ന്. അതേസമയം തന്നെ അലീന പറയുവാണ്, എന്നോട് മനുവേട്ടൻ ബാഗ് പിടിക്കല്ലേ, കുറെ ദിവസമായിട്ട് ഇത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. ചില ദിവസം ഞാൻ ഇവിടെ നിന്ന് പോകണ്ട എന്നാ ചിന്തിക്കുന്നത്, സമയത്ത് പോകണം എന്ന് ചിന്തിക്കും. ചിലരൊക്കെ പോകണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ മനുവേട്ടനും കൂടെ എന്നെ പുറകോട്ട് വലിക്കുമ്പോൾ എനിക്ക് പോകാനേ തോന്നത്തില്ല. പകരം മനുവേട്ടൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ അലീന പറയുവാണ് മനുവിനോട്. ഈ സമയം തന്നെ മനു പറയണം, വേറെ ആരുമില്ലെങ്കിൽ ഞാൻ തൻ്റെ കൂടെ തന്നെയുണ്ട്, പിന്നെ ഞാൻ വിളിച്ചത് തൻ്റെ ശബ്ദമൊന്ന് കേൾക്കാനാണെന്ന് പറയുന്നത്. അതേസമയം അലീന പറയുവാണ്, ഞാൻ മനുവേട്ടനെ വിളിച്ചിട്ടേ പോകത്തുള്ളൂ, കുറച്ച് തിരക്കിലായിരുന്നു മനുവേട്ട എന്ന് പറയുന്നുണ്ട്. അതേസമയം വീണ്ടും അലീന ചോദിക്കുകയാണ്, മനുവേട്ടനും കൂടെ എൻ്റെ കൂടെ വരാമായിരുന്നില്ലേ? ഈ സമയം തന്നെ മനു പറയുവാണ്, ഞാൻ വരണമെന്ന് വിചാരിച്ചത്, പക്ഷെ അങ്കിളിന് അതിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ഈ സമയം അലീന ചോദിക്കുകയാണ്, അച്ഛൻ വരണ്ടെന്ന് പറഞ്ഞു? പറയുവാണ്, പറഞ്ഞില്ല, നമ്മൾ ചില കാര്യങ്ങൾ പറയാതെ തന്നെ അത് മനസ്സിലാക്കണം എന്ന് മനു പറയുവാണ്. ഏതായാലും ഞാൻ അവിടെ വന്ന് തന്നെ കണ്ടോളാം എന്ന് തന്നെ പറയുവാണ് മനു. എന്നിട്ട് മനു പറയുവാണ്, ഫോൺ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് അലീനയോട്. ഈ സമയം തന്നെ അലീനയെ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി കൃഷ്ണമോളും ഭവിതയും അലീനയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം തന്നെ അലീന പറയുവാണ്, ഞാൻ റെഡിയാകാൻ പോവുകയായിരുന്നു. കൃഷ്ണമോള് ആ സമയം ചോദിക്കുകയാണ്, ഏത് ഡ്രസ്സാണ് ഇടുന്നത്? അച്ഛൻ പറഞ്ഞത് സാരി ഉടുക്കാനാണ്, പക്ഷെ എനിക്ക് സാരി ഉടുക്കാൻ വശമില്ല എന്ന് പറയുവാണ് അലീന. ആ സമയം തന്നെ ഭവിത അവിടെ ഇരുന്ന സാരിയെല്ലാം എടുത്തോണ്ട് വരുന്നുണ്ട്. അച്ഛൻ സാരി തന്നെ ഉടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഉടുക്കണമെന്ന് പറയുവാണ്. ഉടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറയുമ്പോൾ അലീന കൃഷ്ണമോള് ചോദിക്കുവാണ്, സാരി ഉടുക്കാൻ അറിയുമോ എന്ന്. എനിക്ക് സ്വയം ഉടുക്കാൻ അറിയത്തില്ല, മറ്റൊരാളെ ഉടുക്കാൻ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ചേച്ചിയെ ഒരുക്കിക്കോളാന്ന് പറയുവാണ്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ അലീന പറയുവാണ്, വേണ്ട, ഞാൻ വന്നതുപോലെ തന്നെ ചേച്ചി പോയിക്കോളാം എന്ന് അലീന പറയുന്നുണ്ട്. ഈ സമയം തന്നെ കൃഷ്ണമോള് പറയുവാണ്, ചേച്ചി വന്ന സമയത്ത് ഒരു അനാഥയായിരുന്നില്ലേ, നീയിപ്പോ അങ്ങനെയല്ലല്ലോ, എല്ലാവരും കൂടെ ഇല്ലേ, നല്ല സുന്ദരിയായിട്ട് തന്നെ പോയാൽ മതിയെന്ന് പറയുവാണ്. പറഞ്ഞിട്ട് അലീനയെ മിററിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അലീനയ്ക്ക് സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുക്കുവാണ് നമ്മുടെ ബബിതയും കൃഷ്ണമോളും. ആളും കൂടെ മുല്ലപ്പൂ എല്ലാം ചൂടി കൊടുത്ത് ഓർണമെന്റ്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ബബിതയ്ക്ക് നല്ല സങ്കടമുണ്ട്. ഇതയാണ് അലീനയ്ക്ക് മേക്കപ്പ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. സമയത്ത് അലീനയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര സങ്കടമാകുന്നുണ്ട്. നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത അവിടെ നിന്ന് പോകുവാണ്. ഇത് കരഞ്ഞും കൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. അലീന പോകുന്നതിലുള്ള വിഷമമാണ് ബബിതയ്ക്ക്. ഇത് കാണുമ്പോൾ തന്നെ കൃഷ്ണമോൾക്കും നമ്മുടെ അലീനയ്ക്കും ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അലീന ആകെ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇത് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് കരയുമാണ്. രണ്ടുപേരും കരയുന്നുണ്ട്. അലീനയും കൃഷ്ണമോളും ഭയങ്കര കരച്ചിലാണ്. കുറച്ച് സമയം അവർ അങ്ങനെ തന്നെ നിൽക്കുവാണ്. കാണിക്കുന്നത് ബാലചന്ദ്രനാണ്. ബാലചന്ദ്രൻ പോകാൻ വേണ്ടി റെഡിയാകുന്നുണ്ട്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ ഒന്ന് ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. ഈ സമയം ഗോവർദ്ധൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ കടയിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ വിളിക്കുന്നത്. ഈ സമയം തന്നെ ഗോവർദ്ധൻ പറയുവാണ്, ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്, ഏട്ടൻ ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ്, ഞാൻ കടയിലേക്ക് വരുന്നില്ല, അത് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന്. ഈ സമയം തന്നെ ഗോവർദ്ധൻ ചോദിക്കുകയാണ്, എന്താ ബാലേട്ട, എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുവാണ്, ഇന്നല്ലേ അലീനയെ കൊണ്ടുവിടാൻ പോകുന്നത്, അങ്ങനെ പോകാൻ വേണ്ടി ആയിക്കൊണ്ടിരിക്കുവാണെന്ന് പറയുന്നുണ്ട്. തന്നെയാ ഇറങ്ങാൻ പോകുന്നതെന്ന് ബാലചന്ദ്രൻ പറയുവാണ്. ഈ സമയം തന്നെ ഗോവർദ്ധൻ പറയുവാണ്, ശരിയാണല്ലോ, അതാ ഇന്നാണല്ലോ അനന്തേട്ടന്റെ ഷിഫ്റ്റിംഗ് കൂടെ, എനിക്ക് ആകെ കൺഫ്യൂഷനായി, അതാ ഞാൻ ചോദിച്ചെന്ന് പറയുന്നുണ്ട് ഗോവർദ്ധൻ. ബാലേട്ടൻ ഒറ്റയ്ക്കാണോ പോകുന്നത്? ഞാനും കൂടെ വരാം.
ഇതിനെ കൊണ്ടുവിട്ടിട്ട് വരുമ്പോ അത്രയും നേരം ബാലേട്ടൻ ഒറ്റയ്ക്കല്ലേ ഡ്രൈവ് ചെയ്ത് വരേണ്ടത്, ഇത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ. അതേസമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, ഞാൻ ഇന്ന് തന്നെ വരത്തില്ല, എവിടെയെങ്കിലും തങ്ങിയിട്ടേ വരുള്ളൂ. ബാലേട്ടൻ അങ്ങനെ എവിടെയെങ്കിലും തങ്ങിയിട്ട് വന്നാൽ ഇവിടെ മക്കൾ ഒറ്റയ്ക്കാകില്ലേ? ഒറ്റയ്ക്കൊന്നും ആകത്തില്ല. ഞാൻ ഇവിടെ നിന്ന് അലീനയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈജയന്തി ഇവിടെ വിളിച്ച് ചോദിച്ച് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നോളും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഒറ്റയ്ക്കാകത്തില്ല, കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം എന്ന് ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുവാണ്. അതേസമയം തന്നെ ഗോവർദ്ധൻ ചോദിക്കുവാണ്, അതെന്താ ബാലേട്ട അങ്ങനെ പറഞ്ഞത്? അതേസമയം തന്നെ ബാലചന്ദ്രൻ പറയുന്നത്, ഞാൻ കൊണ്ടുവിടാൻ പോകുന്നത് എൻ്റെ ശക്തിയെയാണ്, എന്റെ ജീവൻ രക്ഷിച്ച ഒരു മനസ്സിനെയാണ് ഞാൻ കൊണ്ടുവിടാൻ പോകുന്നത്. അവളെ കൊണ്ടുവിട്ടിട്ട് വരുമ്പോ എന്റെ എനർജി എങ്ങോട്ടേക്ക് വരേണ്ടത്, എന്നാലേ കൈതക്കൽ മാളിക വീട്ടിൽ രാമൻ മേനോന്റെ മകൾ ജയന്തി ആയിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഒരിതുള്ളൂ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഈ സമയം തന്നെ ഗോവർദ്ധൻ പറയുവാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ബാലേട്ടന് ഇപ്പോഴെങ്കിലും ഒറ്റയ്ക്കൊരു സമയം വേണമെന്ന് ആലോചിച്ചല്ലോ. ബാലേട്ടൻ ശരിയുള്ളത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം, ഗോവർദ്ധൻ പറയുന്നുണ്ട്. അതിനുശേഷം ബാലേട്ടൻ ഗോവർദ്ധനോട് പറയുവാണ്, കടയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോൾ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്നൊക്കെ പറയും. ഗോവർദ്ധൻ പറയുവാണ്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്യാം, ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. അതിനുശേഷം ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സമയം തന്നെ രോഹിത്തിനോട് പറയുവാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണേ, നീ എല്ലാവരെയും നോക്കിക്കോളണം, ബാലചന്ദ്രൻ ഇന്ന് തിരിച്ചെത്തത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കൃഷ്ണമോളും അലീനയും റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതേസമയം അലീനയെ കാണുന്നതും ബാലചന്ദ്രൻ സങ്കടത്തോടു കൂടി നോക്കുന്നുണ്ട്. നീ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അലീന അത്രയ്ക്ക് സുന്ദരിയായിട്ടാണ് ഒരുങ്ങി വരുന്നത്. സാരി കൊടുത്ത് ഒരുപാട് സ്വർണങ്ങളൊക്കെ ധരിച്ചിട്ടാണ് അലീന വരുന്നത്. കാണുമ്പോൾ തന്നെ ബാലചന്ദ്രനും ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, ഞാൻ ഇങ്ങനെ തന്നെയാ മോളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ തീരുമാനിച്ചത്, പക്ഷേ സമയവും സന്ദർഭവും എല്ലാം മാറിപ്പോയി ഒക്കെ ബാലചന്ദ്രൻ പറയണം. ബാലചന്ദ്രന്റെ മനസ്സിൽ അലീനയെ വിവാഹം കഴിച്ചു മറ്റൊരാൾക്ക് കൊടുക്കുക, നല്ല ആഭരണങ്ങളെല്ലാം ധരിച്ച് എന്നൊക്കെയായിരുന്നു ബാലചന്ദ്രന്റെ ആഗ്രഹം. പക്ഷെ അതിനു മുൻപേ തന്നെ നമ്മുടെ അലീനയ്ക്ക് അവളുടെ അച്ഛന്റെ അരികിലേക്ക് പോകേണ്ടി വന്നു. ബാലചന്ദ്രൻ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് അത് പറയുന്നത്. ഈ സമയം തന്നെ കൃഷ്ണമോൾക്ക് അത് ഭയങ്കര സങ്കടം തോന്നുന്നു. കൃഷ്ണമോളാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുവാണ്. എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുവാണ് അലീനയെ നോക്കി. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.